ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ താഴെയിറക്കാനും അവിടുത്തെ ജനങ്ങൾക്ക് സ്വന്തം വിധി നിർണ്ണയിക്കാൻ അവസരമൊരുക്കാനും അലി ലാരിജാനിയെ വധിച്ചതെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. തന്റെ നഷ്ടങ്ങൾക്ക് പകരം ചോദിക്കാൻ ഇറാനും ഇറങ്ങുകയാണ്. ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ താഴെയിറക്കാനും അതേസമയം അവിടുത്തെ ജനങ്ങൾക്ക് സ്വന്തം വിധി നിർണ്ണയിക്കാൻ അവസരമൊരുക്കാനും കൂടിയാണ് തങ്ങൾ അലി ലാരിജാനിയെ വധിച്ചതെന്നാണ് ഇപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാന്റെ ഉന്നത ഭരണ സൈനിക നേതൃത്വത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് നടത്തിയ വ്യോമാക്രമണത്തിൽ ദേശീയ സുരക്ഷാ മേധാവി അലി ലാരിജാനി കൊല്ലപ്പെട്ടതായി ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ ഔദ്യോഗികമായും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ടെലിവിഷനിലൂടെ നടത്തിയ പ്രസ്താവനയിൽ ഇറാന്റെ സൈനിക ശക്തിയായ റവല്യൂഷണറി ഗാർഡുകളെ കുറ്റവാളി സംഘങ്ങൾ എന്ന് വിശേഷിപ്പിച്ചായിരുന്നു നെതന്യാഹു സംസാരിച്ചത്. ആ സംഘത്തിന്റെ തലവനെയാണ് രാവിലെ ഇല്ലാതാക്കിയതെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നത്. ഇറാനിലെ പുരോഹിത ഭരണകൂടത്തെ സ്ഥാനഭ്രഷ്ടരാക്കുക എന്നത് അത്ര എളുപ്പത്തിൽ സംഭവിക്കുന്ന ഒന്നല്ലെന്നാണ് നെതന്യാഹു സമ്മതിച്ചത്. എന്നാൽ ഇസ്രയേൽ ഇത്തരം നിരന്തരമായ ശ്രമങ്ങൾ തുടരുന്ന പക്ഷവും ഇറാനിലെ ജനങ്ങൾക്ക് അവരുടെ ഭരണാധികാരികളെ മാറ്റാനുള്ള സാഹചര്യം കൈവരുമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ ഇറാന്റെ രാഷ്ട്രീയ സൈനിക തലപ്പത്തെ അധികായനായിരുന്ന 68-കാരനായ അലി ലാരിജാനി കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്നു. യുദ്ധം തുടങ്ങിയതു മുതൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്ന അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയും ഇറാനിലെ പൊതുറാലിയിലും സജീവമായിരുന്നു. ലാരിജാനിയുടെ വധം പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനിടെയാണ് ഇറാന്റെ ബുഷഹർ ആണവ നിലയത്തിന് സമീപം മിസൈൽ പതിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നത്. എന്നാൽ നിലയത്തിൽ കേടുപാടുകളോ ആളപായമോ സംഭവിച്ചിട്ടില്ലെന്നാണ് രാജ്യാന്തര വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാന്റെ ഉന്നത നേതൃത്വത്തിനെതിരെയുള്ള ഇസ്രയേലിന്റെ ഈ നീക്കം മേഖലയിൽ വലിയ യുദ്ധസമാനമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ തങ്ങളുടെ നഷ്ടങ്ങൾക്ക് പകരം ചോദിക്കുമെന്ന ഒറ്റ തീരുമാനത്തിലാണ് ഇറാൻ ഇപ്പോഴുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.